വചനമൊഴി ഏപ്രിൽ 29. വചനഭാഗം സ്ലീഹന്മാരുടെ നടപടി 9:20-25. യോഹന്നാന്റെ സുവിശേഷം 5:41-47. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മനുഷ്യരിൽ നിന്ന് ഞാൻ മഹത്വം സ്വീകരിക്കുന്നില്ല. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ല. എന്നാൽ വേറൊരുവൻ സ്വന്തം നാമത്തിൽ വന്നാൽ നിങ്ങൾ അവനെ സ്വീകരിക്കും. പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏകദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പിതാവിൻ്റെ സന്നിധിയിൽ ഞാനായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മോശയായിരിക്കും നിങ്ങളെ കുറ്റപ്പെടുത്തുക. എന്തെന്നാൽ നിങ്ങൾ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. കാരണം എന്നെക്കുറിച്ചാണ് അവൻ എഴുതിയിരിക്കുന്നത്. എന്നാൽ അവൻ എഴുതിയവ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ എൻ്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും? ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നലെ സുവിശേഷത്തിൽ നാം കണ്ടത് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ സംഭവമായിരുന്നു. ശിഷ്യന്മാർക്ക് ഈശോ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ ഈശോ പറയുന്നുണ്ട്, മോശയും പ്രവാചകന്മാരും ലിഖിതങ്ങളും തന്നെക്കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്ന്. ഇന്നത്തെ സുവിശേഷത്തിലും അതേ കാര്യം തന്നെയാണ് ഈശോ പറയുന്നത്. മോശയിലൂടെ വെളിപ്പെടുത്തിയത് തന്നെക്കുറിച്ച് തന്നെയായിരുന്നു എന്നാണ്. അതുകൊണ്ട് മോശയെ വിശ്വസിക്കുന്നവൻ ഈശോയെയും വിശ്വസിക്കും. മോശ എന്ന് ഇവിടെ പറയുന്നത് പഴയ നിയമത്തെ ഉദ്ദേശിച്ചാണ്, പ്രത്യേകിച്ച് തോറായെ, യഹൂദന്മാരുടെ നിയമഗ്രന്ഥത്തെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ പഴയ നിയമത്തിൽ ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മോശ എഴുതിയിരിക്കുന്നത് മിശിഹായെക്കുറിച്ചാണ്, ഈശോയെക്കുറിച്ചാണ്. മോശയുടെ വാക്കുകൾ വിശ്വസിക്കുന്നവർ തീർച്ചയായും ആ മോശയുടെ വാക്കുകളുടെ പൂർത്തീകരണമായ ഈശോ മിശിഹായിലും വിശ്വസിക്കുന്നു. മോശയിൽ വിശ്വാസം അർപ്പിച്ച് ജീവിച്ചിരുന്ന യഹൂദർ മോശയിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് മിശിഹായെ സ്വീകരിക്കുന്നു എന്നത്. മോശയിൽ വിശ്വസിക്കുന്നവന് മിശിഹായെ സ്വീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം മോശ എഴുതിയിരിക്കുന്നത് മിശിഹായെക്കുറിച്ചാണ്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് ഈശോ മിശിഹ. ഈശോ മിശിഹായിൽ വിശ്വസിക്കുന്നവന് പഴയ നിയമത്തിൽ ആ വിശ്വാസത്തിൻ്റെ അടിത്തറ കാണാം. ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയും പൂർത്തീകരണവുമാണ് ഈശോ മിശിഹായിലുള്ളത്. ഈശോ മിശിഹായിലൂടെ വെളിവാക്കപ്പെട്ട ദൈവിക മഹത്വത്തെ അറിയുന്നതിനും അതേറ്റുപറഞ്ഞ് ജീവിക്കുന്നതിനും അങ്ങനെ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവനും. അനുദിന ജീവിതത്തിൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും തങ്ങളുടെ പ്രവൃത്തികളിലൂടെ മിശിഹായ്ക്ക് സാക്ഷ്യം നൽകുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.